ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ 200 ഗ്രാം ഈത്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. 1 മണിക്കൂറായി. ഈത്തപ്പഴം നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ അടിച്ചെടുക്കണം. അതിനെ അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി ഞാനിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്ത് കഴിഞ്ഞു. അതായത് ഈത്തപ്പഴം പാലും മിക്സ് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ പാനിലേക്ക് ഇതൊഴിച്ച് അരിച്ചെടുക്കുകയാണ്. ഈത്തപ്പഴം നമ്മൾ എത്രയൊക്കെ അടിച്ചെടുത്താലും അതിനകത്ത് കരടുണ്ടാവും. അപ്പോൾ ആ കരട് പോകാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഇത്രയും കരട് ബാക്കിയുണ്ട്. ഇത് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് തയ്യാറായി. അടുപ്പ് കത്തിച്ചിട്ടില്ല ഞാൻ. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ്. പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി പാലിൽ ഈ ജ്യൂസിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇത് അടുപ്പിൽ വെച്ച് നന്നായി ഇളക്കി കുറുക്കിയെടുക്കുക. ഒരുപാട് കട്ടിയാകാൻ പാടില്ല. കട്ടിയാകാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ സിറപ്പിന് തിള വന്നു തുടങ്ങി, ചൂടായി, ഏകദേശമൊക്കെ പതുക്കെ കുവള വരാൻ തുടങ്ങി. പിന്നെ ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ച് എല്ലായിടത്തും ഇളക്കി എങ്ങും വിട്ടുപോകാതെ ഇളക്കി കുറുക്കിയെടുക്കുക. സെറ്റാവാതെയും ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വയ്ക്കണം. പതുക്കെ ശരിയാക്കി ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സിറപ്പ് ഏകദേശം സെറ്റായി വന്ന് തുടങ്ങി. ഇതാ കണ്ടില്ലേ, പാത്രത്തിൽ പിടിക്കാത്തൊരവസ്ഥയിലെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഇനി തീ ഓഫാക്കുകയാണ്. ഇനി നമ്മളിത് നന്നായി തണുപ്പിച്ചെടുക്കണം. നമ്മുടെ ഈത്തപ്പഴം മിക്സ് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഇത് ചേർക്കുകയാണ്. നമുക്കിതിൻ്റെ ബ്രൗൺ കളറാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ചേർക്കുകയാണ്. ഒരല്പം കൂടി കളർ ചേർക്കാം. അങ്ങനെ ബ്രൗൺ നിറത്തിലുള്ള നമ്മുടെ ഈന്തപ്പഴം മിക്സ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഈ 3 ഗ്ലാസ്സിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി ഈ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് മാത്രമല്ല, നമുക്ക് കസ്റ്റാർഡിൻ്റെ ഒരു സിറപ്പും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ഗ്ലാസ് ചരിച്ച് വെച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ ഇത് അതേ രീതിയിൽ ഇതിന് ഷേപ്പ് കിട്ടും, പുഡിങ്ങിന് ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. മൂന്ന് ഗ്ലാസ്സുകളിലും നമ്മൾ അതിൻ്റെ ഈത്തപ്പഴം മിക്സ് നിറച്ച് കഴിഞ്ഞു. ഇങ്ങനെ ചരിച്ച ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാനിത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ തണുപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് അടുത്ത കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ട അടുത്ത സെറ്റ് തയ്യാറാക്കാം. ഇത് 3 ഗ്ലാസ് പാലാണുള്ളത്. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഈ പാലിനകത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മുടെ പാല് തിളച്ച് തുടങ്ങി. ഇനി ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്, റാസ്ബെറി കസ്റ്റാർഡ് പൗഡറാണ്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ട കെട്ടാതെ ഇത് മുഴുവൻ കലക്കിയെടുക്കുക.
ഇത് ഞാൻ ഈ പാലിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. തീ കുറച്ച് വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇളം തീയിൽ കുറുക്കി നമ്മളിത് ഈ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം സെറ്റായി കഴിഞ്ഞു. 45 മിനിറ്റ് 30 മിനിറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ സെറ്റാവാൻ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് എല്ലാം ഫില്ല് ചെയ്തു റെഡിയാക്കി. ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. പിന്നെ മധുരം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാകത്തിനാണ് മധുരം ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിൻ്റെ പാകം നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർക്കണം. കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ പഞ്ചസാര ചേർക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണേ. 4 മണിക്കൂർ വേണം ഇത് സെറ്റായി വരും. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. കാണാനുമായിട്ട് വളരെ കളർഫുള്ളാണ്. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. സ്പൂണിൽ കോരി നോക്കാം. ഇതാണ് നമ്മുടെ പുഡിങ് കോരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. 4 മണിക്കൂർ കഴിഞ്ഞെടുത്തപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലെടുത്ത് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ കഴിയും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. യു ക്യാൻ ഡു. താങ്ക് യു.